നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ ആശങ്ക വർദ്ധിപ്പിച്ച് US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാവുകയാണ്. ഇറാനിൽ തുടർച്ചയായ 7ാം ദിവസവും അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തെക്കൻ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പാലങ്ങളും അതുപോലെ തന്നെ പ്രധാന കെട്ടിടങ്ങളും എന്തിനേറെ പറയുന്നു, ആണവായുധം അടക്കമുള്ളവ ഞങ്ങൾ ഇതാ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ഏത് നിമിഷം ഉണ്ടാകാമെന്ന് ട്രംപ് പറഞ്ഞത് അച്ചട്ടാവുകയാണ്. പാലങ്ങളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളെയും റെയിൽവേ സ്റ്റേഷനുകളെ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ ആക്രമണം. തെക്കൻ ഇറാനിലെ 2 പ്രധാന പാലങ്ങളും ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലല്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി പ്രതികരിച്ചതും ശ്രദ്ധേയമായി. ഇതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്ന അവകാശവാദവുമായി ഇറാനും രംഗത്തെത്തി. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജോർദാനിലെ US സൈനിക വിമാനങ്ങളെ ആക്രമിച്ചുവെന്നും നിരവധി റീഫില്ലിംഗ് വിമാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാക്കിയെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഷഹറിലെ സൈനികരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി സിറിയയിലെ അൽ ഡെൻഫിലുള്ള US സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡ് സെന്ററിനു നേരെയും ആക്രമണം നടന്നതായി IRGC അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടന്നതോടെ മേഖലയിലെ സുരക്ഷാ ആശങ്കയും അന്താരാഷ്ട്ര സമ്മർദ്ദവും കൂടുതൽ ശക്തമാവുകയാണ്. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വ്യോമാക്രമണം കനക്കുന്നു. വെള്ളിയാഴ്ചയും ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനെതിരെ തുടർച്ചയായ 7ാം രാത്രിയും തങ്ങൾ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണമെന്നും US വ്യക്തമാക്കി. അതേസമയം US ആക്രമണം 2-3 ദിവസത്തിനുള്ളിൽ തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേശകൻ ജനറൽ മൊഹ്സെൻ റസാനെ മുന്നറിയിപ്പ് നൽകിയത്. ആലോചിക്കുക, അമേരിക്കയും ഇസ്രായേലും പേടിച്ച് സ്വന്തം അച്ഛന്റെ ഖബർ തൊടാൻ പോലും യോഗമില്ലാത്ത അവിടുത്തെ ഒരു പ്രധാനി അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നതൻ. മാത്രമല്ല 2-3 ദിവസം വരെ യുദ്ധം ചെയ്യുന്നത് അവർ നോക്കി നിൽക്കും. അതിൽ ആ യുദ്ധത്തിൽ അവർക്ക് എന്ത് നഷ്ടം വന്നാലും അവർ സഹിക്കും, കുഴപ്പമില്ല. പക്ഷെ 4ാം ദിവസം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമുണ്ടാക്കും. എന്തേ ഈ 2 ദിവസവും അതിനു മുൻപേ ഇവർക്ക് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയില്ലേ? അങ്ങനെ ഇറാൻ ഈ ഡയലോഗടികൾ മാത്രമേ ഉള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും തങ്ങൾ ഇനി വെറും ഒരു പ്രതിരോധത്തിൽ ഒതുങ്ങുന്നില്ലെന്നും പശ്ചിമേഷ്യയിലെ ഒരു രാഷ്ട്രീയ അതിർത്തിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്നുമാണ് വ്യക്തമാക്കിയത്. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടിയും ഉണ്ടാകില്ല. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഒടുക്കത്തെ യുദ്ധമായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ നടത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നീക്കം നടത്തട്ടെ എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഏതായാലും ഒരു വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, 2 പാലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ US തകർത്തതായി ഇറാൻ ആരോപിച്ചു. ഇതിന് പ്രതികാരമായി ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻ തിരിച്ചടി നൽകി. കുവൈത്തിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി കുവൈറ്റ് സൈനികർക്ക് പരിക്കേറ്റു. കൂടാതെ ഖത്തറിലെ US റഡാർ സംവിധാനങ്ങളെയും സൈനിക വിമാനങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ദോഹ ഈ മിസൈലുകൾ പ്രതിരോധിച്ചതായാണ് വിവരം. ഒമാനിലെ 2 US റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയും സിറിയയിലെ അൽ തൻഫ് സൈനിക താവളത്തിന് നേരെയും ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. ജോർദാൻ തങ്ങളുടെ അതിർത്തിയിൽ 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടു. ബഹ്റൈനിലെ US വ്യോമതാവളത്തിലെ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും വിമാനങ്ങൾക്ക് നേരെയും ഇറാൻ ലക്ഷ്യവെച്ചതോടുകൂടി പൗരന്മാരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ ബഹ്റൈൻ നിർദ്ദേശിച്ചു. US ആക്രമണം തുടർന്ന് ഇറാന്റെ പവർ ഗ്രിഡ് തകരാറിലായതോടുകൂടി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും എയർ കണ്ടീഷണറുകൾ ഓഫ് ചെയ്യാനും ഊർജ്ജ മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ സംഘർഷങ്ങളിൽ ഇറാനിൽ മാത്രം ഇതുവരെ 38 പേർ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 9 കുർദിഷ് പ്രതിപക്ഷ സായുധാംഗങ്ങളും കൊല്ലപ്പെട്ടു. തുടർച്ചയായ ആക്രമണങ്ങൾ UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ചൈനയും പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലാണ് നിലവിലെ ഉപരോധവും പ്രത്യാക്രമണവും മുന്നോട്ട് പോകുന്നത്. ഒമാൻ തീരത്ത് ഒരു എണ്ണക്കപ്പലിന് നേരെ ഈ പ്രൊജക്ടൈൽ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ
റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. US ഇറാന്റെ ഊർജ്ജ വൈദ്യുത മേഖലയെ ആക്രമിച്ചാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്തുന്ന ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തി. ഇറാനിലെ തന്ത്രപ്രധാനമായ 2 പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ തകർന്ന പാലങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള നടപടികൾക്ക് പിന്നാലെ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും അമേരിക്ക ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.